നമ്മുടെ ഏത് സാഹചര്യങ്ങളിലും നമ്മുടെ ഏത് അവസ്ഥകളിലും നമ്മളെ ഓർക്കുന്ന ഒരു കർത്താവുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധി, നമ്മൾ മുന്നോട്ട് പോകുന്ന പ്രതികൂലം, നമ്മുടെ അവസ്ഥകൾ, ഏത് സാഹചര്യമാണെങ്കിലും നന്നായി നമ്മളെ ഓർക്കുന്ന ഒരു ദൈവം. പലപ്പോഴും ഇന്ന് പലയിടത്തും പലരും മറന്നു പോകുന്ന സാഹചര്യങ്ങളാണ് കാണുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ വഴികളിൽ നോക്കുമ്പോൾ, യാത്രകളിൽ നോക്കുമ്പോൾ പലപ്പോഴും ഓർക്കാമെന്ന് പറഞ്ഞ പലരും സാഹചര്യങ്ങൾ മാറുമ്പോൾ മറന്നു പോകും. മനുഷ്യർ പലപ്പോഴും മറന്നു പോകുന്നു, കൂടപ്പിറപ്പുകൾ മറന്നു പോകുന്നു, പലരും മറന്നു പോകുന്ന സാഹചര്യം. എന്നാൽ വചനം എഴുതി വച്ചിരിക്കുന്നു, ദൈവം ഓർക്കുമെന്ന്. ഈ ദൂത് കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ ഏത് സാഹചര്യത്തിലും നിങ്ങളെ ഓർക്കുന്ന ഒരു കർത്താവുണ്ട്. നോഹയെ അനുഭവിച്ച ആ പ്രതികൂലത്തിനകത്ത്, അല്ലെങ്കിൽ നോഹ കടന്നുപോയ ആ വിഷയത്തിനകത്ത്, നോഹ കടന്നുപോയ പ്രതിസന്ധിക്കകത്ത് നോഹയെ ദൈവം ഓർക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഓർത്തിട്ട് അവിടെ ദൈവം ചെയ്യുന്ന ഒരു പദമുണ്ട്. ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വെള്ളം ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു, ആഴിയുടെ ഉറവകളും ആകാശത്തിൻ്റെ കിളിവാതിലുകളും അടഞ്ഞു, ആകാശത്തു നിന്ന് മഴയും നിന്നു. ആ സാഹചര്യത്തിൽ അന്തരീക്ഷത്തെ പോലും നമുക്ക് വേണ്ടി തിരിക്കുവാൻ, നമുക്ക് വേണ്ടി അതിന് നമ്മളുടെ സാഹചര്യത്തിനനുസരിച്ച് അന്തരീക്ഷത്തെ പോലും കൈകാര്യം ചെയ്യുവാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് ഈ ദൂത് കേൾക്കുമ്പോൾ വളരെ പ്രതികൂലത്തിലൂടെയോ പ്രതിസന്ധിയിലൂടെയോ കഷ്ടതയിലൂടെയൊക്കെ ആരെങ്കിലും കടന്നു പോകുന്നെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ച് പറയാം, നിങ്ങളെ ദൈവം ഓർക്കും. നിങ്ങൾക്ക് വേണ്ടി ദൈവം സാഹചര്യങ്ങളെ അനുകൂലമാക്കി തരും. ഏത് പ്രതിസന്ധിയാണെങ്കിലും ഏത് പ്രതികൂലമാണെങ്കിലും യേശുവിൽ വിശ്വസിക്കുന്ന, കർത്താവിൽ വിശ്വസിക്കുന്ന ആ ദൈവജനത്തോട്, പ്രാർത്ഥിക്കുവാൻ മനസ്സുള്ള ദൈവജനത്തോട് ഞാൻ പറയാം, നിന്റെ സാഹചര്യത്തിനകത്ത് നിന്നെ ഓർക്കുന്ന ഒരു കർത്താവുണ്ട്. ദിവസങ്ങളായി ഹല്ലേലൂയ മഴയാണ് പുറത്ത്. നോഹയുടെ അനുഭവം നോക്കിയിട്ട് പുറത്ത് ഒന്നും അറിയത്തില്ല, എന്താ സാഹചര്യം എന്നറിയത്തില്ല. പക്ഷെ ആ സാഹചര്യത്തിനകത്തും നോഹയെ, കുടുംബത്തെയും അതിലുള്ള മൃഗങ്ങളെയും ദൈവം ഓർക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു വരട്ടെ, ഈ ഏപ്രിൽ മാസം നിങ്ങളെ ഓർക്കുന്ന ഒരു കർത്താവുണ്ട്. നീ അനുഭവിക്കുന്ന പ്രതികൂലത്തിനകത്ത് നിന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. നീ പറഞ്ഞില്ലേ, കർത്താവെ എല്ലാവരും എന്നെ മറന്നുപോയി, ആരൊക്കെയോ എന്നെ ചേർത്ത് പിടിക്കാമെന്ന് ചിന്തിച്ചവർ, എന്നെ കരുതാമെന്ന് പറഞ്ഞവർ, എന്നെ ഓർക്കാമെന്ന് പറഞ്ഞവർ എന്നെ മറന്നുപോയി. പക്ഷെ ഓർക്കുന്ന ഒരു കർത്താവ്. വചനം നമ്മൾ പഠിക്കുമ്പോൾ പലപ്പോഴും പലയിടത്തും പലരെയും ദൈവം ഓർത്ത് അവരെ വിടുവിച്ച സാഹചര്യമുണ്ട്. ഇന്ന് ഞാൻ പറയട്ടെ, നിന്നെ ആരെല്ലാം മറന്നാലും ഹല്ലേലൂയ മറക്കാത്തൊരു ദൈവം, നിന്നെ ഓർക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തിൽ വിശ്വാസത്തോടെ, ആ ദൈവത്തിലുള്ള പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയാൽ സാഹചര്യങ്ങളെ നമുക്ക് വേണ്ടി അനുകൂലമാക്കി തരുവാൻ, സാഹചര്യങ്ങളെ നമുക്ക് വേണ്ടി തിരിക്കുവാൻ ദൈവത്തിൻ്റെ പദ്ധതിക്ക് മുന്നിൽ ഒന്ന് കീഴ്പ്പെട്ട് പ്രാർത്ഥനയോടെ ആയിരിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് വേണ്ടി വെളിപ്പെടും. ആമേൻ പറഞ്ഞ് ദൂതരെ സ്വീകരിക്കുക. നിങ്ങളെ ഓർക്കുന്ന ഒരു കർത്താവ്. വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞ്